ബ്രാൻഡിന് വരുന്ന ട്രസ്റ്റ് വാല്യൂ ഉണ്ട് എപ്പോഴും അല്ലേ? അപ്പോൾ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നായാലും ഒരു ബിസിനസ് ബ്രാൻഡാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ യൂസഫ് അലി സാറിനെ പറ്റി നമുക്കൊരു ഒരു ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, പറ്റിക്കൊന്നുമില്ല, നമുക്ക് വിശ്വസിച്ച് പോവാം. നമുക്ക് ആ വ്യക്തിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ യൂസഫ് അലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഒരു സ്വന്തം ആള്, അദ്ദേഹത്തിന് ഒരു ഫീലുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മുടെ ഒരു ക്ലയന്റ്, പുള്ളിക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിന് പുള്ളി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പേരിട്ടു. ശരി, അതെ, പുള്ളി പോലും അറിഞ്ഞില്ല അത് അത്രയും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാന്ന്. അവർ ഇദ്ദേഹത്തെ തെരഞ്ഞു വന്നു, പിടിച്ചു. നമ്മൾ ഒരു സെറ്റിൽമെന്റോ നഷ്ടപരിഹാരത്തിലേക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയൊരു ലീഗൽ ത്രെട്ടായി. അപ്പൊ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ലോങ് ടേം വിഷനോടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഐസക്കുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഏതാണ്, പ്രൊപ്പറേറ്റർ ആണോ പാർട്ട്ണർഷിപ്പാണോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്കൊരു ബ്രാൻഡ് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമായാല അല്ലേ? അതെ, എല്ലാം ഒരു ബ്രാൻഡിന് വരുന്ന ട്രസ്റ്റ് വാല്യൂ ഉണ്ട് എപ്പോഴും അല്ലേ? അപ്പോൾ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നായാലും അതെ, തീർച്ചയായിട്ടും. അതെന്താണ് ഐസക്കിൻ്റെ കാഴ്ചപ്പാടുള്ളത്? എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ്, ഒരുപാട് സർവീസ് ഉണ്ട്, ഭയങ്കര ക്രൗഡഡാണ് എവിടെ നോക്കിയാലും. അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് അതൊരു ഐഡന്റിറ്റിയാണ്. അതെ അല്ലേ? ഒരു ആ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ആ ഓണ്ടർപ്രണറുടെ ഐഡന്റിറ്റിയാണ്. ഇന്ന ബ്രാൻഡ് എടുത്താൽ ക്വാളിറ്റി ഉറപ്പായിരിക്കും, അല്ലെങ്കിൽ ഇന്നടത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ രുചി ഉറപ്പായിരിക്കും. അതൊരു ഒരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഒന്ന്, ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ലോങ് ടേമിൽ ഒരു മാർക്കറ്റിൽ നിന്ന് പോകണമെങ്കിൽ നമുക്കുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഈ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രൊട്ടക്ട് ചെയ്യലും. ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി ഇന്ന ബ്രാൻഡ്, കാരണം ഇപ്പോൾ ചെറിയ നിലയിൽ തുടങ്ങിയൊരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ കേരളത്തിലുള്ള ഒരാൾക്ക് ഇന്ന ബിസിനസ് ഇന്നയാളുടെ, ഇന്ന കട ഇന്നയാളുടെ എന്ന് തിരിച്ചറിയാം. അതൊരു വലിയ ലെവലിലേക്ക് മാറുകയാണെങ്കിലോ, ഒരു സൗത്ത് ഇന്ത്യൻ ലെവലിലേക്ക് മാറുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക ബ്രാൻഡിനെയാണ്. അവർക്ക് ചിലപ്പോൾ ആ ഓണറെ അറിഞ്ഞോണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊരാൾ ഇതേ പേരിൽ വന്നാൽ ഇതേ സർവീസ് അത് കോപ്പി ചെയ്തിട്ടൊരു സർവീസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് നിങ്ങളെ ബ്രാൻഡിനാണ്. അപ്പോൾ ബ്രാൻഡിങ് ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ എന്നുള്ള നിലയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യുക. ഒരു ബ്രാൻഡ്, ഒരു ബിസിനസ് ബ്രാൻഡ് ആണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. നിങ്ങളൊരു ബിസിനസ് പറയുമ്പോൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. അല്ലേ? അതെ. അപ്പോൾ അതൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അതൊരു യൂണീക്ക് ബ്രാൻഡ് ആവണം. അതെ. ഇപ്പം നിലവിലുള്ള ഒരു ബ്രാൻഡിന്റെ പേര് വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. മനസ്സിലായി. അപ്പോൾ ഒരു യൂണീക്ക് ബ്രാൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അത് ചിലപ്പോൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ആ ഒരു പേരിൽ നമുക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമുക്കൊരു റെപ്യൂട്ടേഷൻ, ഇന്ന ബ്രാൻഡ് ഇയാളുടെയാണ്, ഈ ബ്രാൻഡ് ഇത്രയും വർഷമായിട്ട് 2-3 വർഷമായിട്ടൊക്കെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലേക്ക് പോകാൻ കുറച്ച് എളുപ്പമാവും. ബ്രാൻഡ് ക്രിയേഷനും പ്രൊട്ടക്ഷനും ഒരു ബിസിനസിന്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ആണല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടത്തെക്കാട്ടിലും കൂടുതൽ അതൊരു ഫോറിൻ എൻറ്റിറ്റീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. നമ്മുടെ ഒരു ക്ലയൻറ്റ്, പുള്ളിക്കൊരു ഹോട്ടലുണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിന് പുള്ളി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പേരിട്ടു. ശരി, അതെ, പുള്ളി പോലും അറിഞ്ഞില്ല അത് അത്രയും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാന്ന്. അവർ ഇദ്ദേഹത്തെ തെരഞ്ഞു വന്നു, പിടിച്ചു. നമ്മൾ ഒരു സെറ്റിൽമെന്റോ നഷ്ടപരിഹാരത്തിലേക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയൊരു ലീഗൽ ത്രെട്ടായി. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ലോങ് ടേം വിഷനോടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ ബ്രാൻഡ് നെയിമിനെ പറ്റി നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്തിട്ട് ഇതൊരു യുണീക്ക് ആണെന്നോ അല്ലെങ്കിൽ ഇത് വേറെ ആളുടെയും രജിസ്റ്റേർഡ് അല്ലാത്തൊരു ട്രേഡ് മാർക്ക് ആണെന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും ഒരു ബിസിനസ് തുടങ്ങും, ഒരു ബ്രാൻഡ് ഇടുമ്പോൾ. കാരണം നമ്മളതിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒന്ന് വരുമ്പോൾ പറയും ഇത് വേറൊരാളുടെയാണ്, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് പേരിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഇത് അവരുടെയാണ്, കിട്ടിയാല. ഒരു സോപ്പ് കമ്പനിയിൽ സംഭവിക്കുന്നത് എന്താ, റാപ്പറുകളൊക്കെ നേരത്തെ അടിച്ചു വെക്കും.
ഇദ്ദേഹം എന്ത് ചെയ്തു, ചെറുകിട ആയിട്ട് തുടങ്ങിയൊരു സോപ്പ് കമ്പനിയാണ്. സോപ്പൊക്കെ നന്നായിട്ട് വിറ്റുപോയി, അതിന് നല്ല പേരായി, ഈ കൈക്കൊന്നും ബുദ്ധിമുട്ടില്ല, നല്ല സോപ്പാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ബൾക്കായിട്ട് റാപ്പറും കാര്യങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ റാപ്പറുകളൊക്കെ പ്രിന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കേസ് വന്നു, അദ്ദേഹത്തിന് ഓർഡർ വന്നു ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപയുടെ റാപ്പറുകളും അദ്ദേഹത്തിന്റെ അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത അല്ല ഒരു റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ബ്രാൻഡിങ് നമ്മൾ വളരെ എന്താ പറയുക ശ്രദ്ധയോടെ, ആരും ചെയ്യാത്തൊരു കാര്യമുണ്ടത്. ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഗൂഗിൾ എന്നൊക്കെ ഇട്ടുണ്ടാകാം, ചില ഫേസ്ബുക്ക് മെൻ ഷോപ്പ്, തീർച്ചയായിട്ടും ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പേരുകൾ കണ്ട് അങ്ങനെ, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ബിസിനസ്സിനോട് സീരിയസ് ആണെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്യണം. അത് റിസർച്ച് ചെയ്യൽ വളരെ, അത് മാത്രമല്ല ഐസക്, ഞാൻ എൻ്റെ അത് മനസ്സിലാക്കണം, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേരൊക്കെയാണെങ്കിൽ ഭയങ്കര ഒരു രസം ഉണ്ടാവും. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെൻഡിങ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട്. കറക്റ്റ് ഞാൻ എപ്പോഴും പറയണത് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള സബ്ജക്റ്റുമായിട്ട് പലരും നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മൾ അവരോട് പറയുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐസക്കിൻ്റെ ഒരു കമ്പനി, ഐസക്കിൻ്റെ കമ്പനി ഒരു എ എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് വിചാരിക്കാം. ആ എ എന്ന് പറഞ്ഞ കമ്പനീനെ ബ്രാൻഡ് ചെയ്യണേക്കാൾ ഈസിയാണ് ഐസക് എന്ന് പറഞ്ഞ ആളെ ബ്രാൻഡ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും വളരെ ശരി. അപ്പോൾ അതാകുമ്പോൾ ഐസക്, എന്നിട്ട് ഐസക്കിലൂടെ ആ കമ്പനി അറിയിക്കപ്പെടുകയാണെങ്കിൽ ഈ സ്പെൻഡിങ് കുറവായിരിക്കും. വളരെ ശരിയാണ്, തീർച്ചയായും. അതല്ലെങ്കിൽ ഭയങ്കര പണിയല്ലേ. കറക്റ്റ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂസഫ് അലി എന്ന് പറയുന്ന ലുലു എന്ന ബ്രാൻഡിന്റെ കൂടെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് യൂസഫ് അലി. അതോറിറ്റിയാണ് ഉപരി, അല്ലേ? ഇപ്പൊ കൊച്ചൗസേപ്പ് സാറിനെ നമ്മൾ വി ഗാർഡിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യും. പക്ഷെ അങ്ങനെ ബിസിനസ്സിനെ കണ്ടാലേ ഇനിയുള്ള കാലത്ത് രക്ഷയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മളും സംസാരിക്കുമ്പോൾ പോലും ഐസക് എന്ന് പറഞ്ഞ ഒരാള് ഒരു കമ്പനീനെ റെപ്രസെന്റ് ചെയ്താണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ ആളുകൾ ഐസക്കിലൂടെ ചിലപ്പോൾ കമ്പനീനെ അറിയുന്നത്. തീർച്ചയായിട്ടും. അതും ഈ ബ്രാൻഡിങ്ങിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. വളരെ ശരിയാണ്. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ, എന്തിന് ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കണം എന്നുള്ള ചിന്താഗതി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ഇനി കാലം മാറി. പേഴ്സണൽ ബ്രാൻഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ യൂസഫ് അലി സാറിനെ പറ്റി നമുക്കൊരു ഒരു ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, പറ്റിക്കൊന്നുമില്ല, നമുക്ക് വിശ്വസിച്ച് പോവാം. നമുക്ക് ആ വ്യക്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ യൂസഫ് അലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു നമ്മുടെ ഒരു സ്വന്തം ആള്, അദ്ദേഹത്തിന്റെ ഒരു ഫീൽ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടേതാണ് എന്നൊരു ഫീൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെയോ മനുഷ്യന്റെ ഇമോഷണൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ സാധനം. തീർച്ചയായിട്ടും അല്ലേ? അതിനൊക്കെ ആക്ച്വലി ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സഹായിക്കും. അപ്പൊ ഐസക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരു ബ്രാൻഡ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കണം, അല്ലേ? അറ്റ് ദ സെയിം ടൈം ഈ ബ്രാൻഡിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ബ്രാൻഡ് നെയിം യുണീക്ക് ആയിരിക്കണം, അല്ലേ? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഒന്നുകൂടി ഈസിയായി, അല്ലേ? രണ്ടാമത്തെ കേസ്, ഇതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും. നമുക്കൊന്ന് വളർന്നിട്ട് ചെയ്യാം എന്നുള്ളതാകരുത്, അല്ലേ? തുടങ്ങുമ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കണം. ഒരു റിസർച്ച് നടത്തി വെക്കുന്നത് നന്നായിരിക്കും, ഇതിലൊന്നും ആരും ഇല്ലല്ലോ എന്നുള്ളത്. പിന്നെ വേറൊരു സംഗതി, നമ്മൾ ഇപ്പം നേരത്തെ ഫേസ്ബുക്ക് ടീഷർട്ട് അല്ലെങ്കിൽ മെൻസ് സ്റ്റുഡിയോ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, വേറൊരു ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ചിലപ്പോൾ അവര് ചിലപ്പം വലിയൊരു ലീഗൽ ആക്ഷനൊക്കെ ആയിട്ട് നമ്മുടെ പേരിൽ വന്നാൽ നമ്മളുണ്ടാക്കിയ ലാഭം മുഴുവൻ ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അതെ. അപ്പൊ അവരുടെ റെപ്യൂട്ടേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്ത് അവർ നാളെ കോടതിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതോറിറ്റിയുടെ മുമ്പ് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ വലിയ വലിയ കമ്പനികൾക്ക് ഇങ്ങനെ ലീഗൽ അതോറിറ്റിമാരുണ്ടാവും, ഇതിനായിട്ടിരിക്കുന്ന ടീമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ബോധർ ചെയ്യാറില്ല, പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് വളരുമ്പോൾ ഉണ്ടല്ലോ, അപ്പൊ അവർ ബോധേഡാവും. അതെ, അതായത് ഇവൻ നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ലാസ്റ്റ് നമ്മളെക്കാൾ വലുതായ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം കിട്ടും, അല്ലേ? ഓക്കെ. അത്രക്ക് ലീഗൽ കാര്യങ്ങളൊക്കെ അത്രക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, തീർച്ചയായിട്ടും. സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ സിമ്പിളായിട്ട് എടുത്താൽ വളരെ സിമ്പിളാണ്. ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് എടുത്ത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ വളരെ സിമ്പിളാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിതിൽ നമ്മുടെ ആളുകൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ക്രിയേറ്റ് എ ബ്രാൻഡ്, തീർച്ചയായും യുണീക്ക് ബ്രാൻഡ്, ആൻഡ് ആൾസോ പ്രൊട്ടക്ട്, അല്ലേ? പ്രൊട്ടക്ട് ചെയ്യാൻ. അതെ, അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നിങ്ങൾ അങ്ങനെ ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും സഹായിക്കാം, അല്ലേ? ആർക്കെങ്കിലും ഒരു ബ്രാൻഡ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഐസക്കിനെ കോൺടാക്ട് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു.